നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തം അതൊരു വലിയ തീപിടുത്തമായി മാറുകയായിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ ഒരു അപ്ഡേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മേയറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. വ്യാപാരി വ്യവസായി സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ബസ് സ്റ്റാൻഡ് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. അഭിജിത്ത്, ഇന്നത്തെ യോഗം പ്രധാനമാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായത്. ഇനി അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത എന്നത് പ്രധാനമാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം മേയർ തന്നെ സമ്മതിച്ചതുമാണ്. അവിടെ കോർപ്പറേഷന് ചില കർശന നടപടികൾ സ്വീകരിക്കുന്നതിൽ തടസ്സമായി നിന്നത് ചില വ്യാപാരികളുടെയും അതുപോലെ ചില കടയുടമകളുടെയും ഒക്കെ നിലപാടാണ്. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഇത്തരം കർശന നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അതൊക്കെ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ യോഗം ചേരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് എന്താണ് അഭിജിത്ത്? ടി കെ സ്മിത, ഗുഡ് മോർണിംഗ്. തീപിടുത്തമുണ്ടായതിന് പിന്നാലെ വ്യാപാരികൾ, കച്ചവടക്കാരൊക്കെ വലിയ ആശങ്കയിലാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ മേയറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. വിവിധ വ്യാപാര സംഘടനകളുടെ നേതാക്കൾ, ഒപ്പം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. പ്രധാനമായും ചർച്ചയാവുക ഇനി എങ്ങനെയാണ് ഈ കച്ചവട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ ഈ തീപിടുത്തം നേരിട്ട് ബാധിക്കാത്ത കടകൾ ഉൾപ്പെടെ അടച്ചിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 65ഓളം കടകൾ ആ രീതിയിൽ അടച്ചിട്ടുണ്ട്. അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വ്യാപാര സംഘടനകളുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് വയ്ക്കും. അതിൽ തന്നെ ഈ ലോട്ടറി സ്ഥാപനങ്ങളൊക്കെയുണ്ട്, തീപിടിച്ച് നശിക്കാത്ത ലോട്ടറി സ്ഥാപനങ്ങളൊക്കെയുണ്ട്. അതൊക്കെ അവർക്ക് വിൽപ്പന നടത്തേണ്ടതുണ്ട്. അവരുടെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുകയുമാണ്. ഒപ്പം തന്നെ ഈ ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതിൽ കോർപ്പറേഷൻ എത്രത്തോളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്, ഇനി ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളണം തുടങ്ങിയ കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകും. ഏതായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് മേയറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുക. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് സമർപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നൽകിയിരുന്നു. വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ കളക്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും ഒപ്പം ഫോറൻസിക്കിൻ്റെയും ഒക്കെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കോർപ്പറേഷൻ നൽകിയ റിപ്പോർട്ടിൽ ഒരു അവ്യക്തതയുണ്ട്. അതുകൂടി വിശദമായി പഠിച്ച ശേഷമാകും സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുക എന്നാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകും ഈ കടകളുടെ തുടർ പ്രവർത്തനത്തിലും ഒരു തീരുമാനമുണ്ടാവുക. അത് സർക്കാർ തലത്തിൽ കൈക്കൊള്ളേണ്ട തീരുമാനമാണ് എന്നുകൂടി കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ അടിയന്തരമായി അവിടെ ഒരു പ്രശ്നപരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ഈ കടകൾ തിരികെ കൊണ്ടുവരിക, അവിടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക, അതുപോലെ തന്നെ മറ്റ് മുടങ്ങിക്കിടക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ, ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ഊർജ്ജസ്വലമായി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് മുൻഗണന. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് മേയറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുക. ടി കെ ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. എന്തുതന്നെയായാലും ഈ സുരക്ഷ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ കുറേ വിട്ടുവീഴ്ചകൾക്കൊക്കെ ഈ ഉടമകൾ, കടയുടമകൾ അവരൊക്കെ തന്നെ തയ്യാറാകേണ്ടതാണ്. കാരണം പ്രായോഗികമായി ചിന്തിക്കാതെ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ തീപിടുത്തങ്ങൾ, ഈ പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ എന്തോ ഭാഗ്യം കൊണ്ടാണ് ആളപായമില്ലാതെ. അവരുടെ ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ അവർ ഉയർത്തുന്ന ചില ആശങ്കകളുണ്ട്. ഇരുകൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ ചില നടപടികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാവേണ്ടതാണ് എന്നതാണ് പ്രധാനം. ഇനിയെങ്കിലും ഇതുപോലെ വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ. മൂന്നാറിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വിവരം, അവിടെ വീട്ടുമുറ്റത്ത് പുലിയുടെ സാന്നിധ്യം എന്നുള്ളതാണ്. വളർത്തുനായെ പുലി കൊണ്ടുപോയിട്ടുണ്ട്. മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. ആദ്യം പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാം. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് തന്നെ വല്ലാതെ ഭയവും പാവം നായ അതിനെ പിടിച്ചുകൊണ്ട് പോയി അവിടെയുള്ള എല്ലാവർക്കും വലിയ ഭീതിയിലായിരിക്കും ഈ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന്. പറയൂ.
രാഹുൽ വിജയനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം എന്നാണ് കരുതുന്നത്. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തകരാറുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം രാഹുലിലേക്ക് എത്താം. മൂന്നാറിലാണ് വീട്ടുമുറ്റത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. വളർത്തുനായയെ പിടികൂടി അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വളർത്തുനായയെ വീടിന് മുമ്പിൽ കെട്ടിയിരിക്കുകയായിരുന്നു. അത് വളർത്തുനായയെ കടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പകൽ നായയെ കാണാതായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ CCTV ദൃശ്യം കണ്ടപ്പോഴാണ് ഇതാണ് സംഭവിച്ചതെന്ന് മനസ്സിലായത്. രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. മൂന്നാർ സെൻട്രൽ ഡിവിഷനിൽ താമസിക്കുന്ന രവിയുടെ നായയാണ് ഇന്നലെ പുലി വീട്ടുമുറ്റത്ത് നിന്ന് പിടിച്ചോണ്ട് പോയത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്നലെ പുലർച്ചെ മുതൽ രവിയുടെ ഈ നായയെ കാണാനില്ലായിരുന്നു. സാധാരണയായി വീട്ടുമുറ്റത്തുള്ള നായ പുറത്തു പോകാറുണ്ട്. പക്ഷേ വൈകുന്നേരമായിട്ടും കാണാതെ വന്നതോടുകൂടിയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത്. വലിയ വലിപ്പമുള്ള ഒരു പുലിയാണ്. ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം പലപ്പോഴായിട്ടും നാട്ടുകാർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴൊന്നും ഇത്തരമൊരു അവസ്ഥ, ഈ വീട്ടുമുറ്റത്ത് വരെ കയറി പുലി വന്ന് ഈ വളർത്തു നായയെ പിടിക്കുമെന്നൊന്നും നാട്ടുകാരോ അവിടെ താമസിക്കുന്ന ആളുകളോ ഒന്നും കരുതിയിരുന്നില്ല. ഇപ്പോഴെന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ആശങ്കയിലാണ് അവരൊന്നത് പറയാതിരിക്കാൻ കഴിയില്ല. വനം വകുപ്പ് ഇന്നലെ വൈകിട്ട് വരെ ഈ സംഭവം അറിഞ്ഞിരുന്നില്ല. കാരണം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് തന്നെ നാട്ടുകാർ തന്നെ അറിയുന്നത്. അതുകൊണ്ടായിരിക്കാം വനം വകുപ്പ് അതിലൊരു ഇടപെടൽ നടത്താത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമായി വേണം. ഇവിടെ ഇറങ്ങിയ പുലിയെ പിടികൂടാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി വനം വകുപ്പാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. ശരി, രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സ്വാഭാവികമായും ഇങ്ങനെയൊരു ദൃശ്യം കണ്ടതിൻ്റെ നടുക്കം ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടാകും. വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടണം, അവരുടെ ആശങ്ക അകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വയനാട്ടിൽ നിന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. വയനാട്ടിൽ നിരോധിത പുകയിലയുടെ വൻ ശേഖരം പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ലോറിയിൽ കടത്തുകയായിരുന്നു, അതിനിടയിലാണ് ഇത് പിടികൂടിയിരിക്കുന്നത്. 3495 കിലോ പുകയില ഉൽപ്പന്നമാണ് എക്സൈസ് പിടിച്ചെടുത്തിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വിടർന്ന ചിരി സമ്മാനിച്ച KP നമ്പൂതിരീസ് 100ന്റെ നിറവിൽ. KP നമ്പൂതിരീസ് ആയുർവേദിക്സ് ശതാബ്ദി ആഘോഷം ശനിയാഴ്ച വൈകിട്ട് 4-ന് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ ഉണ്ടാകും. കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ, കോട്ടക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ PM വാര്യർ, 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ എന്നിവർ വിശിഷ്ടാതിഥികളാകും. തൃശൂരിലെ വടക്കേക്കാട് 1925 KP നമ്പൂതിരീസ് ദന്തധാവന ചൂർണം എന്ന ഉൽപ്പന്നത്തിലൂടെ വൻ വ്യവസായത്തിന് വിത്തുപാകിയത് കൊളത്താപ്പള്ളി പോതായൻ നമ്പൂതിരി എന്ന KP നമ്പൂതിരിയാണ്. ഓയിൽ പേപ്പറിൽ ചെറിയ പാക്കറ്റുകളിലാക്കിയായിരുന്നു വിൽപ്പന. 3 വർഷത്തിനു ശേഷമാണ് KP നമ്പൂതിരി ദന്തധാവന ചൂർണം എന്ന പേരിട്ടത്. KP നമ്പൂതിരീസ് എന്ന പേരിൽ വളർന്നു നിൽക്കുന്ന ബ്രാൻഡിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. പിന്നീടിങ്ങോട്ട് ജനങ്ങൾ ഹൃദയത്തിലേക്ക് KP നമ്പൂതിരീസിനെ ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് ചരിത്രം കണ്ടത്. 3-4 തലമുറകൾ കസ്റ്റമേഴ്സിനെയും സെർവ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനം ഇന്ന് ഈ നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു 3rd ജനറേഷൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഭാഗ്യം, അതുപോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തം. അതിലേറെ ഇത്രയധികം കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യം. മലയാളികളുടെ നോസ്റ്റാൾജിക് ഫീലായ KP നമ്പൂതിരീസ് ഇന്ന് 100ന്റെ നിറവിലാണ്. ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കസ്റ്റമേഴ്സുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം എന്നും നിലനിർത്താൻ ഓരോ തലമുറയ്ക്കും സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ഞങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തേണ്ട സാഹചര്യങ്ങൾ അനവധി ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഞങ്ങളതിൽ വളരെ സംതൃപ്തരുമാണ്. ഇദ്ദേഹത്തിൻ്റെ മകനായ K രാമൻ നമ്പൂതിരിയാണ് ഈ ബ്രാൻഡിന് ശക്തമായ അടിത്തറ പാകിയത്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ജനപ്രിയ ബ്രാൻഡായി KP നമ്പൂതിരീസ് ആയുർവേദിക് വളർന്നു കഴിഞ്ഞുവെന്ന് K രാമൻ നമ്പൂതിരിയുടെ മകനും നിലവിലെ മാനേജിംഗ് ഡയറക്ടറുമായ K പാവദാസൻ പറയുന്നു. ഇന്ന് ഈ സ്ഥാപനത്തിന് 25-ൽ പരം പ്രോഡക്റ്റുകൾ ഈ 3 സെഗ്മെൻറ്റുകളിലുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എല്ലാത്തിനും അടിത്തറ ജനങ്ങൾ നൽകിയ വിശ്വാസമാണ്. ശനിയാഴ്ച വൈകിട്ട് 4-ന് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു വർഷം വിവിധ പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ഈ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ ഈ 24-ാം തീയതിയിൽ ശനിയാഴ്ച നടക്കുന്ന ഗെറ്റ് ടുഗദർ. 24 തൃശൂർ.
ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വാഹനം ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊക്കെ അല്പം ധാരണയുണ്ടാകും. എന്നാൽ അത് വിശദമായി അറിയാൻ ഒരു ലൈബ്രറി തന്നെ തുടങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ലൈസൻസ്, ഇൻഷുറൻസ് തുടങ്ങി നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഉള്ള അറിവ് പരിമിതമായിരിക്കാം. അത് പലപ്പോഴും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുമുണ്ട്. എന്നാൽ എല്ലാ നിയമവശങ്ങളും വിശദമായി പഠിക്കാനാണ് കോഴിക്കോട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ മിനി ലൈബ്രറി സജ്ജീകരിച്ചിരിക്കുന്നത്. മിനി ലൈബ്രറി ഒരു നന്നായിട്ട് സിമ്പിൾ ഐഡിയ ആണ്, പക്ഷേ വളരെ പോസിറ്റീവ് നന്നായിട്ട് ഐഡിയ ആണ്. സോ എല്ലാവർക്കും ഒരു ബുക്ക് സർക്കുലേഷൻ ആവും. ഞാൻ ഓൾറെഡി ബുക്ക് ഒരു ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ബുക്ക് എനിക്ക് അവർക്ക് തന്നു. സോ താങ്ക്സ് ടു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഹാവിംഗ് ദിസ് ബ്യൂട്ടിഫുൾ സ്കീം. ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്കും പിന്നീട് പൊതുജനങ്ങൾക്കും ലൈബ്രറി സംവിധാനം ഉപയോഗിക്കാം. മിനി ലൈബ്രറിയിൽ ഒട്ടനവധി മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുസ്തകങ്ങൾ, സർക്കുലർ, നോട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ നമുക്ക് ഒരു അപ്ഡേഷൻ വരുത്തണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ തുറന്ന് വായിക്കണം. ഇതൊക്കെ വായനയുടെ കുറവുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ നിയമങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം കുറഞ്ഞു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും ഒരു അറിവ് സമ്പാദിക്കുക, വായനശീലം വർദ്ധിപ്പിക്കുക എന്നുള്ള സദുദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടക്കം കുറിച്ചിട്ടുള്ളത്. മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട വിവിധ പുസ്തകങ്ങൾക്കൊപ്പം വിജ്ഞാനപ്രദമായ മറ്റ് പുസ്തകങ്ങളും ലൈബ്രറിയിൽ ലഭ്യമാണ്. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. ഇനി കേരളത്തിലെ ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. മഴ കനത്തതോടെ കരുനാഗപ്പള്ളി നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമെന്ന് പരാതി. ദേശീയപാത വികസനത്തിനായി എടുത്ത മണ്ണ് നീക്കാത്തത് കാൽനട യാത്രക്കാർക്ക് പോലും ദുരിതമാണെന്ന് പ്രദേശവാസികൾ. സർവീസ് റോഡുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതും പ്രശ്നം ഗുരുതരമാക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കും. പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. കുറ്റകൃത്യങ്ങളും കയ്യേറ്റങ്ങളും നിരീക്ഷിക്കുകയാണ് ഉദ്ദേശമെന്ന് നഗരസഭ. 45 അത്യാധുനിക ക്യാമറകൾ സ്ഥാപിക്കാൻ ടെൻഡർ ക്ഷണിച്ചു. കാസർഗോഡ് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നില്ലെന്ന് വ്യാപക പരാതി. ഗതാഗത പ്രശ്നവും യാത്രക്കാരെ വലയ്ക്കുന്ന തരത്തിൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തിന്റെ നിർദ്ദേശം. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പൂർണ്ണമായും കയറണമെന്ന് ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയും ഉത്തരവിറക്കി. ഗസ്റ്റ് അധ്യാപക നിയമനങ്ങളിൽ ട്രാൻസ്ജെൻഡർമാരെ അവഗണിക്കരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. PSC നിയമനത്തിലേതുപോലെ നിയമനാവസരം ഒരുക്കണമെന്ന് കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം നൽകി. യോഗ്യത ഉണ്ടായിട്ടും നിയമനം ലഭിച്ചില്ല എന്ന വാണിയംകുളം സ്വദേശിയുടെ പരാതിയിലാണ് ഉത്തരവ്. വഞ്ചിനാട് എക്സ്പ്രസ് ദിവസവും വൈകി ഓടുന്നത് പ്രതിസന്ധിയാക്കുന്നുവെന്ന് യാത്രക്കാരുടെ പരാതി. കായംകുളം സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ചിടുന്നത് തിരുവനന്തപുരം വരെയുള്ള യാത്രക്കാരെ വലയ്ക്കുന്നുവെന്നാണ് ആക്ഷേപം. ഇന്റർസിറ്റി എക്സ്പ്രസിന് വേണ്ടി പതിവായി ട്രെയിൻ 40 മിനിറ്റ് വരെ പിടിച്ചിടുന്നത് ദിവസവും യാത്ര ചെയ്യുന്നവരെ വലയ്ക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. വയനാട്ടിൽ നിരോധിത പുകയിലയുടെ വൻ ശേഖരം പിടികൂടി. ലോറിയിൽ കടത്തുകയായിരുന്ന 3495 കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് പിടിച്ചെടുത്തത്. വാളാട് സ്വദേശി സഫീർ എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത്. സുർജിത്ത്, ഈ ലോറി നിറയെ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു ഇതുണ്ട് അല്ലേ? ദൃശ്യങ്ങളിൽ കാണാം. പോലെയാണ് കഞ്ചാവ്. തീർച്ചയായും സ്മിത, റിജിത്ത്, ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ലോറി പരിശോധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ 3495 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വയനാട് വാളാട് സ്വദേശിയായിട്ടുള്ള സഫീറാണ് എക്സൈസിന്റെ പിടിയിലായിട്ടുള്ളത്. ബിയർ വേസ്റ്റിന്റെ അതിന്റെ അകത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത്തരത്തിൽ ലഹരി കടത്ത് നടത്തിയിട്ടുള്ളത്. നേരത്തെയും സമാനമായ രീതിയിൽ ലഹരി കടത്ത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇടപെട്ടിരുന്ന ആളാണ്. അത്തരത്തിൽ ഉള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് ഈ പിടിയിലായ സഫീർ എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. മാത്രമല്ല, ഈ കടത്തിയ പുകയില ഉൽപ്പന്നങ്ങൾ എവിടെ നിന്നാണ് കടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. സുർജിത്ത്, ഇത് വലിയ അളവിലാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത്. ഈ സഫീറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇത് എവിടേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്, എവിടെ നിന്നാണ് ഇത് എത്തിച്ചത്? അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പ്രധാനമാണല്ലോ സുർജിത്ത്.
എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. അത് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. എന്തായാലും ഇത് സംസ്ഥാനത്തേക്ക് കടത്തിയ ലഹരിയാണ്, അതായത് വയനാട് ജില്ലയിലേക്ക് തന്നെ കടത്തിയ ലഹരിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എക്സൈസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്നത്. വിശദാംശങ്ങൾ ചോദ്യം ചെയ്യൽ വ്യക്തമാകും. എന്തായാലും ഈ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ചാണ്, രഹസ്യവിവരമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടന്നത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു അളവിൽ, അതായത് 3495 കിലോ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ സഫീർ നേരത്തെയും ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കഞ്ചാവ് കടത്തടക്കമുള്ള കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്നുള്ള തരത്തിലുള്ള വിവരം കൂടി എക്സൈസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്, അതിന്റെ വലിയ ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത്. ലോറിയിൽ കടത്തുകയായിരുന്നു. 3495 കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് പിടിച്ചെടുത്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. ഇ.ഡി. ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ വിജിലൻസ് കേസിൽ പ്രതികൾ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. 7 ദിവസം ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇന്നലെയാണ് കേസിലെ പ്രതികളായ വിൽസൺ, മുകേഷ്, രഞ്ജിത്ത് വാര്യർ എന്നിവർക്ക് ജാമ്യം ലഭിച്ചത്. പ്രതികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നു. തട്ടിപ്പിൽ 1-ാം പ്രതിയായ ഇ.ഡി. ഉദ്യോഗസ്ഥനും മറ്റു പ്രതികളും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. ഇവർ ആരൊക്കെ ആയി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, ഇവരുടെ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ച് ഏതാണ്ട് വിവരങ്ങളും വ്യക്തതയും ഒക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. അന്വേഷണ സംഘം ഒടുവിലായി വ്യക്തമാക്കുന്നത് എന്താണ് വിഷ്ണു സുരേഷ്? ഈ പിടിയിലായ 3 പേരും ഈ കേസിലെ 1-ാം പ്രതിയായ ശേഖർ കുമാർ, ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറും തമ്മിലുള്ള ബന്ധം, അതിന്റെ മൊഴികൾക്കപ്പുറത്ത് എന്തെങ്കിലും ശാസ്ത്രീയ തെളിവുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളോ സമാഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ ഫോറൻസിക് വിഭാഗത്തിന്റെ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണ തോതിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് ഇന്നലെ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. എന്നാൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം, ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്താം, 7 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയത്. അതിൽ പ്രകാരമാണ് ഇന്ന് ഈ കേസിലെ 2 മുതൽ 4 പ്രതികൾ, 4-ാം പ്രതി വരെയുള്ള വിൽസന്, രഞ്ജിത്ത്, മുകേഷ്, ഈ 3 പേരും വിജിലൻസ് എസ്പിക്ക് മുമ്പിൽ ഹാജരാകുന്നത്. ഇവർ ഒരു ഘട്ടത്തിലും അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തെളിവ് ശേഖരണത്തിനടക്കം വിജിലൻസിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 7 ദിവസത്തെ ചോദ്യം ചെയ്യലിനിടയിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിലെ 1-ാം പ്രതിയായ ശേഖർ കുമാറിനെ വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുക. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നലെ വിജിലൻസ് ഇ.ഡിയോട് ഈ കേസിലെ പരാതിക്കാരന്റെ കേസ് ഡയറിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിച്ചിരുന്നു. ഇ.ഡിയും വിജിലൻസിനോട് ഈ ഇ.ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിന്റെ എഫ്ഐആർ ചോദിച്ചിട്ടുണ്ട്. അത് പരസ്പരം കൈമാറ്റം ചെയ്യാം എന്നുള്ള ധാരണയിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി മലപ്പുറത്തേക്കാണ്. കാളികാവിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 9-ാം ദിവസത്തിലേക്ക്. കടുവയെ പിടികൂടാൻ കഴിയാത്തതിനാൽ വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും തുടരും. ഇന്നലെ വനംവകുപ്പിന്റെ വാഹനങ്ങൾ തടഞ്ഞിട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. കടുവയെ പിടികൂടാത്തതിനാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാനോ ജോലിക്ക് പോകാനോ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കാനാണ് ദൌത്യസംഘത്തിന്റെ തീരുമാനം. 3 ടീമുകളായാണ് RRT സംഘം തെരച്ചിൽ നടത്തുക. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മേഖലയിൽ ഒരു കൂടുകൂടി വനംവകുപ്പ് ഇന്നലെ സ്ഥാപിച്ചു. ഇനി ചില അറിയിപ്പുകൾ നോക്കാം. പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിലേക്ക് ട്യൂട്ടർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം. 25,000 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡിൽ 1 വർഷത്തേക്കാണ് നിയമനം. MSc നഴ്സിംഗും KNMC രജിസ്ട്രേഷനും ഉള്ളവർക്ക് പങ്കെടുക്കാം. ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. സംസ്കൃതത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് അടുത്ത വ്യാഴാഴ്ചയാണ് അഭിമുഖം. നെയ്യാറ്റിൻകര പോളിടെക്നിക് കോളേജിൽ ബസ് ഡ്രൈവർ കം ക്ലീനർ തസ്തികയിൽ താൽക്കാലിക നിയമനം. നിശ്ചിത യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ www.gptcnta.ac.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാം. അതിന്റെ മാതൃക അവിടെ ലഭിക്കും. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2025 +2 VHSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവർക്ക് അപേക്ഷ നൽകാം. 5,000 രൂപ ക്യാഷ് അവാർഡും മൊമന്റോയും പ്രോത്സാഹനമായി നൽകും.
പുതുവത്സര LLB കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്കായി അപേക്ഷ സമർപ്പിച്ചവർക്ക് പ്രൊഫൈൽ വിവരങ്ങൾ പരിശോധിക്കാൻ അവസരം. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി പരിശോധന നടത്തി ന്യൂനത പരിഹരിക്കാം. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇന്ന് ഉച്ചവരെയാണ് ഇതിന് അവസരം. ഇനി നമുക്ക് കായിക വാർത്തകളിലേക്ക് പോകാം. IPL വിശേഷങ്ങളിലേക്കാണ്. IPL-ൽ റൺ മഴ കണ്ട മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിന് ജയം. ഗുജറാത്ത് ടൈറ്റൻസിനെ 33 റൺസിന് തോൽപ്പിച്ചു. 236 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന്റെ പോരാട്ടം 9 വിക്കറ്റിന് 202-ൽ അവസാനിക്കുകയായിരുന്നു. പതിവിന് വിപരീതമായി സായി സുദർശൻ, ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ ത്രയത്തിന് വൻ സ്കോർ കണ്ടെത്താൻ പറ്റാതിരുന്നതാണ് ഗുജറാത്തിന് തിരിച്ചടിയായത്. 57 റൺസുമായി ഷാരൂഖ് ഖാൻ പൊരുതി. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ 2 വിക്കറ്റ് നഷ്ടത്തിലാണ് 235 റൺസ് എടുത്തത്. സെഞ്ചുറി നേടിയ മിച്ചൽ മാർഷ് ലക്നൌവിനെ കൂറ്റൻ സ്കോറിലെത്തിച്ചു. തോൽവിയോടെ ഗുജറാത്തിന് ടോപ്പ് 2 ഫിനിഷിനായി അടുത്ത മത്സരത്തിൽ ജയം അനിവാര്യമാണ്. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിന്റെ വിശേഷങ്ങൾ പറയാം. IPL-ൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടമാണ്. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ടോപ്പ് 2 ഫിനിഷ് പ്രതീക്ഷ നിലനിർത്താൻ RCBക്ക് ജയം അനിവാര്യമാണ്. മുമ്പെപ്പോഴത്തേക്കാളും IPL കിരീടം ഇത്തവണ സ്വപ്നം കാണുന്നുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. കയ്യിലിരിക്കുന്ന കളി കളഞ്ഞുകുളിക്കുന്ന പതിവ് രീതിക്ക് മാറ്റം വന്നു. അവസരത്തിനൊത്തുയരുന്ന ബാറ്റർമാരും ചെണ്ടകളെന്ന ചീത്തപ്പേര് മാറ്റിയ ബൗളർമാരും തുടങ്ങി കാര്യങ്ങളെല്ലാം ഇതുവരെ പെർഫെക്റ്റ്. ഓക്കെ, കൂടുതൽ റിസ്ക് എടുക്കാതെ ഫൈനൽ ഉറപ്പിക്കാനാണ് ഇനി RCBയുടെ ശ്രമം. 12 മത്സരങ്ങളിൽ 17 പോയിന്റുള്ള RCBക്ക് ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും ജയിച്ചാൽ പോയിന്റ് പട്ടികയിലെ ആദ്യ 2 സ്ഥാനക്കാരിൽ ഒരാളായി ഫിനിഷ് ചെയ്യാനാകും. വിരാട് കോഹ്ലിയുടെ അടങ്ങാത്ത റൺദാഹമാണ് ബംഗളൂരുവിന്റെ കരുത്ത്. ജേക്കബ് ബെത്തൽ, ടിം ഡേവിഡ്, റൊമാരിയോ ഷെപ്പേർഡ്, ജിതേഷ് ശർമ്മ തുടങ്ങിയ പവർ ഹിറ്റർമാർക്ക് തകർത്തടിക്കാൻ പറ്റിയ വിളനിലമാണ് ബാറ്റർമാരുടെ പർദീസിയായ ലക്നൌ ഏകാന സ്റ്റേഡിയം. ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ പരിക്ക് ഭേദമായി ജോഷ് ഹേസൽവുഡിന് കളിക്കാനാവുമെന്നാണ് RCB ആരാധകരുടെ പ്രതീക്ഷ. പ്ലേ ഓഫ് കാണാതെ പുറത്തായ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇനി മാനം കാക്കാനുള്ള പോരാട്ടങ്ങൾ. 12 കളിയിൽ 4 ജയം ഉൾപ്പെടെ 9 പോയിന്റ് മാത്രമാണ് SRHന്റെ അക്കൗണ്ടിലുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ച ലക്നൌവിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് പാരവച്ച ഹൈദരാബാദ് ബംഗളൂരുവിന്റെ ടോപ്പ് 2 ഫിനിഷിനും തടസ്സമാവുമോ എന്ന ആശങ്ക RCB ആരാധകർക്കുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. കാസർഗോഡ് മടിയനിൽ കുളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ സംസ്കാരം ഇന്ന് നടക്കും. മാണിക്കത്തോട് സ്വദേശിയായ അഫാസിന്റെ മൃതദേഹം മാണിക്കത്തോട് ചെറിയ പള്ളിയിൽ ഖബറടക്കും. കൂർഗ് സ്വദേശിയായ ആഷിമിന്റെ മൃതദേഹം രക്ഷിതാക്കൾ വിദേശത്ത് നിന്നെത്തിയതിനു ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. അതേസമയം ചികിത്സയിലുള്ള അൻവറിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ഇന്നലെ വൈകിട്ടാണ് പള്ളിക്കുളത്തിന്റെ പടവിലിരുന്ന കുട്ടികൾ അബദ്ധത്തിൽ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചത്. വ്യത്യസ്ത ഇനം പശുക്കളെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ശുദ്ധമായ പാൽ നൽകുന്ന സുന്ദരികളായ പശുക്കളെ കാണാം. ഇനി കൊച്ചിയിലെ ഒരു പശു ഫാമിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൊച്ചിയുടെ നഗരഹൃദയത്തിൽ, അതായത് കടവന്ത്രയിൽ മനോഹരമായ ഒരു പശു ഫാം. വിവിധ തരം പശുക്കളെയൊക്കെ നമുക്കറിയാം, വെച്ചൂർ പശു തുടങ്ങി നിരവധി പശുക്കൾ. പക്ഷേ നമ്മുടെ ഈ കടവന്ത്രയിലെ വൃന്ദാവൻ ഡയറീസിലെ പശുക്കൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ആ പശുക്കളുടെ പ്രത്യേകതകൾ? അവരെ നമുക്ക് പരിചയപ്പെടാം. സഹിവാൾ എന്നാണ് ഈ ഇനം പശുവിൻ്റെ പേര്. അവിഭക്ത ഇന്ത്യയിലെ സഹിവാൾ പ്രദേശത്ത് നിന്നുള്ളതിനാലാണ് സഹിവാൾ എന്നറിയപ്പെടുന്നത്. എറണാകുളം സ്വദേശി അമ്മുവും ബംഗളൂരു സ്വദേശിയായ ഭർത്താവ് സന്തോഷുമാണ് കടവന്ത്രയിലെ ഈ പശു ഫാമിൻ്റെ ഉടമകൾ. 4 വർഷം മുൻപ് ഹരിയാനയിൽ നിന്നും കൊണ്ടുവന്ന 2 പശുക്കളുമായി ആരംഭിച്ചതാണ് ഇവിടം. അവയുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ചേർന്ന് നിലവിൽ 15 പേരുണ്ട്. ഉത്തരേന്ത്യയിൽ വംശനാശ ഭീഷണി നേരിട്ട സഹിവാൾ കൊച്ചിയിൽ ഹാപ്പിയാണ്. പ്രതിദിനം 25 ലിറ്റർ പാൽ വരെ ഒരു പശുവിൽ നിന്ന് ലഭിക്കും. അമ്മുവും സന്തോഷും ജോലി തിരക്ക് മൂലം പുറത്തായതിനാൽ സാമുവലിന്റെയും ജോഗേഷിന്റെയും കുമാറിന്റെയും പരിപാലനത്തിൽ സുരക്ഷിതരാണിവർ. दूध बहुत अच्छा है, इसमें स्पेशलिटी तो बहुत सारा है. तो एक गाय का 2 टाइम में
12 लीटर से 15 लीटर तक होता है। मॉर्निंग और इवनिंग में मिला करके 12 से 15 लीटर तक होता है एक गाय का। കൊച്ചിയിൽ നിന്നും അനൂപ് എസ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24. എറണാകുളം തിരുവാണിയൂരിലെ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ച് പോലീസ്. 22 അംഗ സംഘമാണ് രൂപീകരിച്ചത്. 3 വനിതാ SIമാർ ഉൾപ്പെടെ 4 വനിതകളും ടീമിലുണ്ട്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ അന്വേഷണ സംഘത്തിൽ ആരെല്ലാം ഉണ്ട്? 22 അംഗ സംഘം എന്ന് പറയുമ്പോൾ വളരെ വിപുലമായൊരു അന്വേഷണ സംഘം തന്നെ. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രൂപീകരിച്ചത്. ഇതിൽ പോക്സോ എലമെന്റ് കൂടി വന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നിലവിൽ 4 വനിതാ ഉദ്യോഗസ്ഥരാണുള്ളത്. ഒപ്പം സൈബർ ടീമിൽ നിന്നുള്ള ആളുകളുമുണ്ട്. ഈ അമ്മ സഞ്ചരിച്ച വഴി, അതായത് ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ, അതോടൊപ്പം CCTV ഒക്കെ സീസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സൈബർ ടീമിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിൽ വിപുലമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ഇതിൽ അതായത് പോക്സോയും കൊലപാതകവുമായി എന്താണ് ബന്ധം എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. 22 അംഗ അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത് പുതുതായി. ഈ വാർത്താ ബുള്ളറ്റിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.